അപ്പോൾ ഹായ് ഗൈസ്, അപ്പോൾ ഇന്നലെ ഇറങ്ങിയതാണ് പുഷ്പ 2ന്റെ ട്രെയിലർ. ഞാൻ ചെയ്തില്ല, അപ്പോൾ നമുക്ക് കണ്ടുനോക്കാവുന്ന എങ്ങനെ ഉണ്ടാകുമെന്ന്. കാരണം ഞാൻ മലയാളം പറഞ്ഞവരെ വെയിറ്റ് ചെയ്തു, പിന്നെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഈ വൈകുന്നേരം ടൈമിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ എന്തായാലും കണ്ടുനോക്കാം. ഓ ആനയുള്ളത് ആരുടെ അത്? പുഷ്പ. ഓ പണ്ടത്തെ ഇതല്ലേ. സൈഡ് കൂടി പോയില്ല, ബ്രാൻഡാണ്. ആണ്. അയ്യോ നേര് പാർട്ടിയുണ്ട്. എനിക്ക് അർഹതപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി 7 കടലും 7 മലയും കടക്കേണ്ടി വന്നാലും അവിടെ എത്താനുള്ളതാണ് പുഷ്പ ക്വാളിറ്റി. ഓ എന്റെ ദൈവമേ, എന്തൊക്കെയത്? പുഷ്പ നാഷണൽ ആണെന്ന് കരുതണ്ട, ഇന്റർനാഷണൽ. അമ്പു ശരിക്കും ട്രെയിലർ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്. അതായത് ഒരു കാണാനൊക്കെ തോന്നിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒന്നും തോന്നരുത്. ശരിക്കും നോക്കുകയാണെങ്കിൽ അതായത് ഒരു പുഷ്പം ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതായത് നോർമൽ ഒരു മാസ്, നോർമൽ ഒരു ഇതൊക്കെയായിരുന്നു. പിന്നെ ഒരു നല്ലതായിരുന്നു, അത്യാവശ്യം നല്ല പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് യൂട്യൂബിലും അങ്ങനെയൊക്കെ വെച്ച് പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഓവർ, അതായത് പുഷ്പ ഫസ്റ്റ് തന്നെ ഒരു KGF ടച്ച് ഉണ്ടെങ്കിൽ ഇത് വന്നപ്പോൾ KGF 2ന്റെ കൂടെ ടച്ചായ ഒരു മോഡലുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ, ട്രെയിലർ എനിക്ക് ഓക്കെയാണ്. എന്നാ കൂടി എന്തൊക്കെ എവിടേക്ക് എല്ലാം കൂടി എന്തോ. പിന്നെ ഈ സിഗരറ്റ്, ഈ എവിടെന്നെങ്കിലൊക്കെ തീയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് വായ സിഗരറ്റ് വെച്ച് കത്തിക്കുക. KGF കഴിഞ്ഞ പിന്നെ എത്ര എണ്ണത്തിൻ്റെ കണ്ടെന്ന് അറിയാമോ? മടുത്തു ശരിക്കും പറഞ്ഞു. ഒരു ഗണ്ണും ഹെലികോപ്റ്ററും അന്ന് ഇറങ്ങണത് എൻ്റെ ദൈവമേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മടുത്തുട്ടോ. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ. ഈ അല്ലു കാരണം പുള്ളിയുടെ ഒരു സ്റ്റൈലും പുള്ളിയുടെ ഒരു അത് കാരണമാണ് സാഗ് അങ്ങനത്തെ കാണാനൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ എനിക്ക് ഈ സിനിമ എനിക്ക് തിയേറ്ററിലാണ് പോയി കാണണം, പൊളിക്കും, അങ്ങനെ ഒരു ഭയങ്കര ഒരു ത്രില്ലില്ല. അതായത് കങ്കു എന്ന ത്രില്ല് അതിൻ്റെ അത്രയും പോലും ഇല്ല. അത് കങ്കു എനിക്ക് കാണണം എന്നുണ്ടായിരുന്നു, എന്നാൽ കൂടി പേടിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് എനിക്ക് അത് തന്നെയാണ്, അതായത് കാണണം എന്നുണ്ട്. എന്നാൽ ഇത് കാണണമെന്നുണ്ട്, എന്നാൽ ഒരു ചെറിയൊരു ഇതുമുണ്ട്. അപ്പം എന്തായാലും കണ്ടുനോക്കാവുന്ന. എന്തായാലും 6 ഡിസംബർ എന്തായാലും പോയി കാണണം. കുഴപ്പമില്ല,
എന്ന് എനിക്ക് പറയാൻ തോന്നുള്ളൂ. അല്ലാണ്ട് വലിയ ഈ KGF 2 വന്നപ്പോൾ ട്രെയിലറിന്റെ ഒരു പവർ അത് അത്രയും ഒരു പവറായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് സാധാ, അതായത് നമുക്കറിയാം, നമുക്ക് KGF കണ്ടൊക്കെ മടുത്ത കാരണം ഇതൊക്കെ നമുക്ക് ഇപ്പൊ വീണ്ടും കാണുമ്പോൾ നമുക്കൊരു, പിന്നെ ഫാസിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഭയങ്കര, നമ്മുടെ മലയാളത്തിലാണ് ഫാസിൽ അത്ര സെറ്റപ്പായിട്ട് കാണിക്കൂല എന്തൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പുള്ളി വരെ ടൂല് പുള്ളി സാധാരണ പോലീസ് ഇതിനകത്ത് പറക്കാൻ വരെ പുള്ളി തുടങ്ങി ചാടി. പിന്നെ രശ്മിക എനിക്ക് ഫസ്റ്റിന്റെക്കാളും ബെറ്റർ ഇതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ, അതിന്റെ അവസ്ഥ എനിക്ക് പറയാൻ പറ്റൂല. അല്ലു അന്നും ഓക്കെയാണ്, പക്ഷെ ചരിവ് ഇത്തിരി കൂടിപ്പോയോ എന്ന് തോന്നുന്നുണ്ട്. സെന്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്താണാവോ? എന്തായാലും തിയേറ്ററിൽ ഇറങ്ങട്ടെ. ഇത് വിജയിക്കില്ലെന്ന് ഇത് മോനെ, ഇത് നല്ല കളക്ഷൻ, നല്ല ഇപ്പൊ ഈ സാധനം ഒന്നും പൊട്ടാൻ ചാൻസ് ഇല്ല. എന്തൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പോയി കാണും. കാരണം നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുടെ ഈ പല്ലുവിന്റെ പടക്കം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനത്തെ ആയിരിക്കും. പക്ഷെ ഓവർ നമുക്കറിയാം ഈ പടം എന്തായിരിക്കും നമുക്ക് ഇപ്പോഴേ അറിയാം. കങ്കുവ നേരെ തിരിച്ചായിരുന്നു. കാരണം സൂര്യ ആയ കാരണം നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു എന്തായിരിക്കും ആ സിനിമയിൽ നിന്ന്. പല്ലു കാരണം നമുക്ക് ഇതൊക്കെ പ്രതീക്ഷയാണ് എല്ലാവരും പോവാ. അത് കാരണം ഈ സിനിമ ആൾക്കാർക്ക് ഇപ്പോഴേ കാണുമ്പോൾ അറിയാം ഇതാണ് സംഭവിതമാണ്. അപ്പൊ ഇത് അങ്ങനെ മേടിച്ചു പോകുമ്പോൾ അതിന് കൂടുതൽ തരാൻ പറ്റുക ഈ സിനിമയ്ക്കൊക്കെ. അതാണ് ഈ 2 സിനിമയുടെ വ്യത്യാസം എന്ന് പറയാം. അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററിൽ ഇറങ്ങട്ടെ, കണ്ടു നോക്കാം. ബൈ.